പനിയും ശ്വാസമുട്ടും. കുറേ ദിവസമായോ പനി തുടങ്ങി? ഒരാഴ്ചയായി. കുറവൊന്നുമില്ല. കുറവില്ല. ഇന്ന് കിടക്കണമെന്ന് പറഞ്ഞാൽ കൂട്ടിരിക്കാനൊന്നും ആരുമില്ല. നല്ല ക്ഷീണമുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടിരിക്കുന്നതാണ്. കഴിഞ്ഞൊരു 10 വർഷത്തെ കണക്ക് നോക്കിയാൽ കേരളത്തിൽ മഴക്കാലം എന്ന് പറയുന്നത് പനിയുടെ കൂടി കാലമാണ്. എലിപ്പനി, ഡെങ്കിപ്പനി, H1N1, മഞ്ഞപ്പിത്തം തുടങ്ങി വിവിധ തരത്തിലുള്ള പനികളും പകർച്ചവ്യാധികളുമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം തന്നെ 2.5 ലക്ഷം പേരാണ് പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. സ്വകാര്യ ആശുപത്രികളുടെ കണക്ക് ഇതിലൊന്നും വരുന്നില്ല. ദിവസവും 10,000-ലധികം പേർ പനിയെ തുടർന്ന് ആശുപത്രികളിൽ എത്തുന്നു. ഡെങ്കിയും എലിപ്പനിയും തന്നെയാണ് വലിയ ഭീഷണി. ജൂണിൽ 2207 പേർക്ക് ഡെങ്കി ബാധിച്ചു, 4 മരണവും. 2.5 പതിറ്റാണ്ടായി കേരളം ഡെങ്കിയുടെ പിടിയിലാണ്. മഴ എത്തുന്നതോടെ സ്ഥിരമായി കേരളത്തിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നു. ഈ വർഷം ലോകം മുഴുവൻ ഡെങ്കി വ്യാപനമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനമാണ് കാരണം. ഈ വർഷം വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഹോട്ട് ക്ലൈമറ്റ് ഉണ്ടായി, എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വളരെ കഠിനമായിട്ടുള്ള ചൂട് കാലാവസ്ഥ ഉണ്ടായി. അതുപോലെ തന്നെ പ്രളയവും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി, ഗൾഫിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ തന്നെ ഡെങ്കിയുടെ കാര്യത്തിൽ വലിയൊരു ഡെങ്കിയുടെ കണക്കുകൾ കാണിക്കുന്നത് ഒരു രോഗം ഒരു വർഷത്തിൻ്റെ 365 ദിവസവും റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരു പ്രദേശത്ത് എങ്കിൽ അതിന് നമുക്ക് ആ പ്രദേശത്ത് ആ രോഗം എൻഡമിക് ആണെന്ന് പറയാൻ പറ്റും. 365 ദിവസവും ഡെങ്കി റിപ്പോർട്ട് ചെയ്യാൻ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ തന്നെ വലിയൊരു വർധനവ് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. ഈ വർഷവും ആ രീതിയിലുള്ള വലിയൊരു റൈസിംഗ് ട്രെൻഡാണ് കാണുന്നത്. കേസുകളുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും എലിപ്പനി ബാധിതരിലാണ് മരണനിരക്ക് കൂടുതൽ. മെയ് മാസത്തിൽ എലിപ്പനി ബാധിതരുടെ എണ്ണം 192, മരണം 13. ജൂണിൽ എലിപ്പനി കേസുകൾ വർദ്ധിച്ചു. 279 പേർക്ക് എലിപ്പനി പിടിപെട്ടു, 18 മരണവും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എലിപ്പനിയോ സ്ക്രബ് ടൈഫസ് പോലുള്ള രോഗങ്ങളൊക്കെ ആണെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ തിരിച്ചറിയുകയും അതിന് വേണ്ട ഫലപ്രദമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് മരുന്ന്, ഇപ്പോൾ ഡോക്സിസൈക്ലിനാണ് അതിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ്, അത് നമുക്ക് ആദ്യമേ കൊടുക്കാൻ കഴിയണം. അത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതാണ് മിക്കപ്പോഴും ഇത് രോഗം കണ്ടെത്താൻ വൈകുന്നതും രോഗം ഗുരുതരാവസ്ഥ പ്രാപിക്കുന്നു, മരണത്തിലേക്ക് പോകുന്നു. മഞ്ഞപ്പിത്ത മരണവും കൂടുതലാണ്, 9 മരണം. വയറിളക്ക രോഗബാധിതരുടെ എണ്ണവും ഉയർന്നു. ദിവസവും 1000-നും 2000-നും ഇടയിൽ ആളുകളാണ് ചികിത്സ തേടുന്നത്. ജൂണിൽ വയറിളക്ക രോഗങ്ങളുമായി ചികിത്സ തേടിയത് 97,548 പേർ. ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തുക മാത്രമേ പ്രതിരോധ മാർഗമുള്ളൂ എന്ന് ഡോക്ടർമാർ പറയുന്നു.